നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി, ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ചേന്നമംഗലം കൂട്ടക്കൊല കുറ്റബോധമില്ലെന്ന് ആവർത്തിച്ച് ഋതു ജയൻ. ജതിൻ മരിക്കാത്തതിൽ നിരാശ എന്നും പ്രതി തെളിവെടുപ്പിനെത്തിച്ചു. എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലക്കേസ് പ്രതി ഋതു ജയനെ തെളിവെടുപ്പിനെത്തിച്ചു. കുറ്റകൃത്യം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധം മുന്നിൽ കണ്ട് തെളിവെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കുവാൻ തയ്യാറായി ഗവർണറെ പുകഴ്ത്തി MV ഗോവിന്ദൻ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ പുകഴ്ത്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ലേഖനം. കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഭരണഘടനാ ചുമതല നിർവഹിക്കുവാൻ ഗവർണർ തയ്യാറായെന്ന് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിന് പരിമിതിയുണ്ട്. ബജറ്റിൽ തുക കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിന് പരിമിതിയുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ബജറ്റിൽ പെൻഷൻ തുക കൂട്ടുവാൻ തീരുമാനിച്ചിട്ടില്ല. നിലവിലുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനാണ് മുൻഗണനയെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസ് വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിൽ. പ്രതിഭാഗത്തിന്റെ വാദം ഇന്ന് തുടങ്ങും. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിൽ. പ്രതിഭാഗത്തിന്റെ വാദം ഇന്ന് തുടങ്ങും. ഡിസംബറിൽ ആരംഭിച്ച പ്രോസിക്യൂഷന്റെ വാദം ഇന്നലെ പൂർത്തിയായിരുന്നു. പ്രതിഭാഗത്തിന്റെ വാദവും 1 മാസത്തോളം നീണ്ടു നിൽക്കും. ഫെബ്രുവരി അവസാനത്തോടെ കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയാകും എന്നാണ് വിലയിരുത്തൽ. കേസിൽ പ്രധാന പ്രതി പൾസർ സുനിക്ക് സുപ്രീംകോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. 8ാം പ്രതിയാണ് നടൻ ദിലീപ്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി സർക്കാർ മുന്നോട്ടു പോകും. MV ഗോവിന്ദൻ. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ആശങ്കകൾക്ക് മറുപടി നൽകുകയായിരുന്നു പാർട്ടി സെക്രട്ടറി. എലപ്പുള്ളിയിലെ പ്രാദേശിക നേതൃത്വം ബ്രൂവറിയിൽ ആശങ്ക അറിയിച്ചിരുന്നു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല പ്രതിഷേധം കടുപ്പിക്കുവാൻ UDF-ഉം BJP-യും. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് ഉറപ്പായതോടെ പ്രതിഷേധം കടുപ്പിക്കുവാൻ UDF-ഉം BJP-യും. പദ്ധതിയിലൂടെ CPM നേതാക്കൾ സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നാണ് BJP-യുടെ ആരോപണം.
NM വിജയന്റെ ആത്മഹത്യ IC ബാലകൃഷ്ണൻ MLA ഇന്ന് ചോദ്യം ചെയ്യും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്ത IC ബാലകൃഷ്ണൻ MLA ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. ബത്തേരി DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുക. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് IC ബാലകൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത്. മലപ്പുറം ഊർങ്ങാട്ടേരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. വനം വകുപ്പും പോലീസും രക്ഷാപ്രവർത്തനത്തിൽ. മലപ്പുറം ഊർങ്ങാട്ടേരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂരങ്കല്ല സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വനം വകുപ്പും പോലീസും രക്ഷാപ്രവർത്തനത്തിനെത്തി. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് കാട്ടാന കിണറ്റിൽ വീണത്. ഇതിന് തൊട്ടടുത്ത് തന്നെ കൊടുമ്പുഴ വനമേഖലയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ Solutions. Phone 9744487839 960 555 7707.